മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 3/9/1982 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ചതയമാണ് നക്ഷത്രം. ചതയം 4-ാം പാദം. കുംഭലഗ്നം. ലഗ്നത്തിൽ ചന്ദ്രൻ. 2, 3, 4 ഭാവങ്ങൾ ശൂന്യം. 5-ൽ രാഹു. 6 ശൂന്യം. 7-ൽ സൂര്യൻ, ശുക്രൻ. 8-ൽ ബുധൻ, ശനി, ഗുളികൻ. 9-ൽ വ്യാഴം, കുജൻ. 10 ശൂന്യം. 11-ൽ കേതു. 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. വിവാഹ സംബന്ധമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു ഗ്രഹനിലയാണത്. എന്തുകൊണ്ടാണത്? പ്രധാനമായും കുംഭലഗ്നം, അതായത് ശനി ഭരിക്കുന്നു. ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശനി 8-ൽ ഗുളികനോടൊത്ത് ബുധനോടൊത്ത് നിൽക്കുന്നു. ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനി ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ശനിയുടെ പുത്രനാണ് ഗുളികൻ. എന്നിരുന്നാൽ തന്നെയും ഇവ രണ്ടും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലങ്ങളല്ല, ഏറിയ പങ്കും കൊടുക്കാറ്. അതാർക്ക് തന്നെയാണെങ്കിലും. ലഗ്നാധിപത്യം വഹിക്കുന്ന ശനി എന്ന് പറയുമ്പോൾ അത് ഗുളികനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും 5-ാം ഭാവാധിപൻ കൂടിയായിട്ടുള്ള ബുധനും കൂടെ നിന്ന് കഴിഞ്ഞാൽ അറിവിനെ, ബുദ്ധിയെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ബാധിക്കാം. തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. പ്രത്യക്ഷത്തിൽ ശരിയെന്ന് തോന്നാമെങ്കിലും അത് പ്രാവർത്തികമാക്കി വരുന്ന സമയത്ത് അബദ്ധമായിരുന്നു എന്ന് തോന്നത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ അനവധിയോ നിരവധിയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇത്തരക്കാരെ സ്വാധീനിക്കാൻ ഒരു പരിധിവരെ എളുപ്പമാണ്. എന്ന് വെച്ചാൽ ഭയപ്പെടുത്താനോ സ്വാധീനിക്കാനോ ഒക്കെ വളരെ എളുപ്പമാണ്. 5-ൽ രാഹു നിൽക്കുന്നു. 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഗുളികൻ ബന്ധത്തിൽ നിന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ബുധൻ, അറിവിനെ അത് ബാധിക്കാം. മനസ്സിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഭയപ്പെടുത്താം. ഭയത്തിനനുസരിച്ച് സ്വാധീനിക്കപ്പെടാം പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ ഗ്രഹനിലയിൽ എങ്ങനെയാണ് വിവാഹ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ വരുന്നത് എന്ന് ചോദിച്ചാൽ, ലഗ്നാൽ 7-ൽ വിവാഹസ്ഥാനത്ത് സൂര്യൻ, വിവാഹകാരക ഗ്രഹം ശുക്രൻ. നല്ലൊരു കോമ്പിനേഷനേ അല്ല സൂര്യൻ ശുക്രൻ ബന്ധം, പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ 7-ൽ. അതുപോലെ തന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ തൻ്റെ 7-ാം ദൃഷ്ടി വിവാഹസ്ഥാനത്തേക്ക് നടത്തുകയും ചെയ്യുന്നു. ഉപരി ശനിയോടൊത്ത് നിൽക്കുന്ന ഗുളികൻ്റെ 12-ാം ദൃഷ്ടിയിലാണ് 7-ാം ഭാവം നിൽക്കുന്നത്. നല്ലതല്ല, ഒട്ടും നല്ലതല്ല. അപ്പോൾ അവിടെ ഡയറക്റ്റായി വിവാഹസ്ഥാനം 7-ാം ഭാവം എന്ന് പറയുന്നിടത്തേക്ക് ഗുളികൻ്റെ ബന്ധം വന്നു കഴിഞ്ഞു. അവിടെ ആൾറെഡി ശത്രുക്കളുണ്ട്. സൂര്യനും ഏതൊരു ഗ്രഹനിലയിലെയും വിവാഹകാരക ഗ്രഹം ശുക്രനും നിൽക്കുകയും അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയും വന്നു കഴിഞ്ഞാൽ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട്, കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകാം. അതങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ദൃഷ്ടി കൂടിയാകുമ്പോൾ മനസമാധാനത്തെ അത് ഗൗരവമായി തന്നെ ബാധിക്കും. എന്ന് വെച്ചാൽ ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, വിവാഹം കഴിഞ്ഞ ശേഷം മനസമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇത്തരം ഗ്രഹനിലകളിൽ അത്തരം അവസ്ഥകൾ കാണാൻ എളുപ്പമാണ്. കാരണം മനസ്സിൻ്റെ കാരകഗ്രഹമാണ് ചന്ദ്രൻ. ആ ചന്ദ്രൻ തന്നെ ലഗ്നത്തിൽ നിൽക്കുകയും വിവാഹ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുകയും അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയും വന്നു കഴിഞ്ഞാൽ വിവാഹ സംബന്ധമായി ഏതെങ്കിലുമൊക്കെ രീതിയിൽ മനസ്സിന് അസ്വസ്ഥതകൾ ഒഴിഞ്ഞ സമയം ഉണ്ടാവില്ല. ധാരാളം ആളുകൾ അങ്ങനെ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹവും ലഗ്നാധിപനും ഗുളികനോടൊത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു ശാന്തത, മനസ്സിനൊരു കുളിർമ, അതല്ല എങ്കിലൊരു സമാധാനം എന്ന് പറയുന്ന അവസ്ഥ ഒരല്പം ടഫായിട്ട്, പലപ്പോഴും സമാധാനമില്ല എന്ന് പറയുന്ന ഒരു ചിന്ത എപ്പോഴും അധികരിച്ച് നിൽക്കാം. 9-ൽ വ്യാഴമുണ്ട്, നല്ലത് തന്നെയാണ്. പക്ഷേ അവിടെയും ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ആ നെഗറ്റീവ് കഴിച്ചിട്ടുള്ള ഗുണമാണ് വ്യാഴം അവിടെ ചെയ്യുക. തിരിച്ച് ഗുളികനിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുമില്ല. അങ്ങനെ വരുന്ന സമയത്ത് വ്യാഴം ആക്റ്റീവായി ഗുണഫലങ്ങൾ തരുന്നതിന് അല്പം സമയം. 9-ൽ നിൽക്കുന്ന വ്യാഴം പൊതുവേ വളരെ നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുമുണ്ട്. അവിടെ ചന്ദ്രൻ നിൽക്കുന്നു, അതും നല്ലതാണ്. പക്ഷേ ഗുളികൻ്റെ പിടുത്തം കഴിഞ്ഞ ശേഷമുള്ള ഗുണമാണ് വ്യാഴം അവിടെ ചെയ്യുക. അതുപോലെ തന്നെ സന്താന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒരല്പം ബുദ്ധിമുട്ടോ അല്പം കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയോ കടന്നു പോകത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. 5-ൽ രാഹു, 5-ാം ഭാവാധിപൻ
ശനിയോടൊത്ത് ഗുളികനോടൊത്ത് നിൽക്കാം. സന്താന സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള തർക്കങ്ങളോ കോടതി വ്യവഹാരങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതൽ ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ പൊതുവേ ലഗ്നാൽ 7-ൽ സൂര്യൻ ഒക്കെ നിൽക്കുന്ന ഗ്രഹനിലകൾ എടുക്കുന്ന സമയത്ത് മീൻസ് ലഗ്നാൽ 7-ൽ വിവാഹസ്ഥാനത്ത് സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാ ഗ്രഹനിലകളും അതിനോട് ചേർക്കാൻ കഴിയില്ല. അതിനോട് ചേർന്ന് പോകുന്ന ഗ്രഹനിലകൾ അതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കുന്നുവെങ്കിൽ മാത്രമേ ഗ്രഹനിലകൾ ചേർക്കാവൂ. അതല്ലാത്ത പക്ഷം 100% ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ, വിവാഹശേഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാഹചര്യം അല്ലെങ്കിൽ സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ശനി ലഗ്നമൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് പാലിക്കേണ്ടുന്ന ചില ചിട്ടകളുണ്ട്. ശനി ഒരല്പം ടഫ് തന്നെയാണ്. ശനി ലഗ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ലഗ്നാധിപൻ്റെ അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് നോക്കണം. 7-ാം ഭാവാധിപൻ്റെ അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് നോക്കണം. ശുക്രൻ്റെ അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് നോക്കണം. ഈ വരുന്ന പാർട്ട്ണർ എന്ന് പറയുന്ന ഈ ആളുടെ ഈ 3 കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ഗ്രഹനിലയിൽ കൃത്യമായി ചെക്ക് ചെയ്ത് വ്യക്തമായി ഉത്തരം പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചേർക്കാവൂ. അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള, സെപ്പറേറ്റഡ് ആവാനുള്ള, ഡിവോഴ്സ് തന്നെ സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പൊതുവേ ശനി, സൂര്യൻ, കുജൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, രാഹു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കട്ടി സ്വഭാവമുള്ള ഗ്രഹങ്ങളോ ഛായാഗ്രഹങ്ങളോ ആണ്. അപ്പോൾ അതിനോട് ചേർന്ന് പോകത്തക്ക രീതിയിലുള്ള ഗ്രഹനിലകൾ എടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പ്രയത്നമാണ്. പലപ്പോഴും അത് ഒത്തുവരാറുമില്ല. അങ്ങനെയുള്ള സമയത്ത് ഗ്രഹനിലയിൽ ആൾറെഡി ബുദ്ധിമുട്ട് നിറഞ്ഞ വിവാഹ ജീവിതം പറഞ്ഞിട്ടുള്ളപ്പോൾ ചേരാത്ത ഒരു ഗ്രഹനില ചേർത്ത് വയ്ക്കുകയും അതനുസരിച്ച് നെഗറ്റീവായി കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നു എന്നതാണ് ഇവിടെ സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ചതയമാണ് നക്ഷത്രം. രാഹു ദശയിൽ ജനിച്ചു, 86 വരെ രാഹു, അതിനുശേഷം വ്യാഴം 2002 വരെ, ശേഷം ശനി 2021 വരെ, അതിനുശേഷം ബുധൻ 2038 വരെ, ശേഷം കേതു 7 കൊല്ലം 2045 വരെ, അതിനുശേഷം ശുക്രൻ 2065 വരെ, ശേഷം സൂര്യൻ, ചന്ദ്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ബുധനിൽ ശുക്രനാണ്. 27/8/2024 തൊട്ട് 28/6/2027 വരെ ബുധനിൽ ശുക്രൻ. എങ്ങനെയുള്ള ബുധൻ? 5-ാം ഭാവാധിപത്യം വഹിച്ച് 8-ൽ ബുധൻ്റെ തന്നെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ. അവിടെ ഗുളികൻ ശനി ഉണ്ട്. ബുധദശ ഒരല്പം ടഫായിരിക്കും. അല്പം ഹാർഡായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ജീവിതത്തിൽ വരാനുള്ള സാധ്യത ബുധദശ അവിടെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്ത് കൃത്യമായിട്ട് മുന്നൊരുക്കങ്ങൾ നടത്തി കൃത്യമായിട്ട് ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ ഇത്തരം സമയങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. അപ്പോഴും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. കാര്യം അത് കഴിഞ്ഞു പോയ സംഭവമാണ്. ഇനി അതിൽ തിരുത്താൻ പറ്റില്ല, മാറ്റാൻ കഴിയില്ല. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.